ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് one of the main attraction in artificial intelligence and machine learning, that is the concept of neural networks. Neural networks നെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോണേ. ഓക്കെ, അപ്പൊ ആ ന്യൂറൽ നെറ്റ്വർക്സിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് മാത്സ്, ഒരു എസെൻഷ്യൽ മാത്തമാറ്റിക്സ് കുറച്ച് അറിഞ്ഞിരിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു 5 minutes പറഞ്ഞു പോവാം. ഓക്കെ ഓക്കെ റൈറ്റ്. ഓക്കെ, സോ ഞാൻ ഇവിടെ പറയാൻ പോണെന്ന് വെച്ചാൽ equation of a line. What is it? Or equation of a line എന്ന് വെച്ചാൽ എന്താ? നമുക്കിപ്പോ ഒരു ലൈൻ ഉണ്ട്, ഈ ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? പറയൂ, എന്താണ് ഇക്വേഷൻ? phi is equal to mx plus c. Yes. വേറെ റെപ്രസെന്റേഷൻ കേട്ടിട്ടുണ്ടോ? അതായത് ax plus by equal to c. ഇതെങ്ങനെയാ? ഈ രണ്ട് ഇക്വേഷൻ സെയിം ആണോ? അതിന്റെ ഇക്വേഷൻ ആക്ച്വലി സെയിം ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ബി വൈ ഈക്വൽ ടു എന്താ? മൈനസ് എ എക്സ് പ്ലസ് സി അല്ലേ? y is equal to എന്താ? മൈനസ് എ ബൈ ബി എക്സ് പ്ലസ് സി ബൈ ബി എന്നല്ലേ? അതിന് ജനറലി എം എക്സ് പ്ലസ് സി എന്ന് കെ എന്നെത്തും. അപ്പൊ ഇതിനെ എം എന്നും, ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയും? കെ എന്ന് വെച്ചാൽ ജനറലി എന്തായിട്ട് മാറി? y is equal to mx plus k. മനസ്സിലായോ? സോ ഒരു ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് ax പ്ലസ് ബി അല്ലെങ്കിൽ ax പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇത്തിരി കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ax പ്ലസ് ബി വൈ മൈനസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതില് ഈ പറയുന്ന ഈ എയുടെയും ബിയുടെയും സിഗ്നിഫിക്കൻസ് എന്താ പറയാമോ? എയുടെയും ബിയുടെയും സിഗ്നിഫിക്കൻസ്, എയും ബിയും മാറ്റുന്നതുകൊണ്ട് ഈ ലൈൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഈ പോയിന്റ് ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷെ ലൈൻ വിൽ മൂവ് ഇൻ ബോത്ത് ആംഗുലർ ഡയറക്ഷൻസ്. ഓക്കെ, എയും ബിയും മാറ്റുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് സംഭവിക്കുക. ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സി? ഈ സി മാറിയാൽ നമുക്ക് ഈ ലൈനിന് ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെന്റ് കിട്ടും. കിട്ടിയ? ഓക്കെ, ഇതിനകത്ത് നോക്കാം. ഓക്കെ, റെസ്പോൺസിനകത്ത് നമ്മളിത് നോക്കിക്കഴിഞ്ഞാല് ax plus by minus c is equal to 0. Okay, a b c. ഇതൊരു ഫിക്സഡ് ലൈൻ ആണ്. ഈ ബി മാറ്റിയാലും കണ്ടോ, എ മാറ്റിയാലും ഇത് കണ്ടോ ഇങ്ങനെ മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, റൊട്ടേഷനിലേ മൂവ് ചെയ്യത്തുള്ളൂ. സി വരുമ്പോഴാണ് ഇതിന് കണ്ടോ അല്ലാന്നുള്ള മൂവ്മെന്റ് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയിപ്പോ നമ്മള് y എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഇക്വേഷനെ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരിക്കുക? y ഈക്വൽ ടു
mx പ്ലസ് സി അല്ലേ പറഞ്ഞത്, mx പ്ലസ് സി ആണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? സി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ആവും. പിടിയോ? അപ്പൊ അതുകൊണ്ടാണ് ഈ എം എന്ന് പറയുന്നത് എന്താ ശരിക്കും, അതിന് നമ്മൾ സ്ലോപ്പ് എന്നും സി എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് എന്നും പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇക്വേഷനിൽ അപ്പൊ ഒരു ലൈൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, ബി ആൻഡ് സി. ഈ എയും ബിയും സിയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യുണീക്ക് ആയിട്ട് ഒരു ലൈനിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ എങ്ങനെയാ ഈ ഒരു ലൈനില് വരുന്ന ലൈൻ ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും, ഓക്കെ, ഈ ലൈനിലെ ഏത് പോയിന്റ് നമ്മൾ എടുത്താലും, ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റ് എവിടെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ഈ ഒരു ഇക്വേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y 5x plus 3y is equal to 8 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഈ 1 1 എന്ന പോയിന്റിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ എന്താ വരിക? 8. അപ്പോ എന്ത് കിട്ടും നമുക്ക്? 1 1 ഈ പോയിന്റ്, ഈ ലൈൻ, ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ലൈനിലെ ഏതൊരു പോയിന്റ് ആണ് എന്തെന്ന് പറയാം? 1 1 എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റുകളെല്ലാം ഈ ലൈനിൽ വരും. ഇവിടത്തെ ഒരു പോയിന്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? അല്ലെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തായിരിക്കും കിട്ടുക? സാറ്റിസ്ഫൈ ആകത്തില്ല. വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ പോസിറ്റീവ് വാല്യൂ, ഗ്രേറ്റർ ദാൻ വാല്യൂ ആയിരിക്കും കിട്ടുക. ഗ്രേറ്റർ ദാൻ 0യേക്കാളുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. ഈ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ 0. ക്ലിയർ അല്ലേ? ഈ റീജിയനിലല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡിങ് വെച്ചാൽ നമുക്ക് പെർസെപ്ട്രോൺ പഠിക്കാനായിട്ട് എളുപ്പമായി. അപ്പൊ നമ്മൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ടെക്നിക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മളുടെ ബയോ ഇൻസ്പയർഡ് കമ്പ്യൂട്ടിങ്ങിന് വരുന്ന ഒരു ടെക്നിക്കാണെന്ന് പറയാം. അതായത് നമ്മളുടെ ബ്രെയിൻസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന ബ്രെയിൻ, ആ വർക്കിങ്ങിനെ ഡെബിക്റ്റ് ചെയ്ത് ആണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ബ്രെയിനിലെ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്തിനെ പറയുന്നത്? ഈ പെർസെപ്ട്രോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് മോഡൽ ഓഫ് an artificial neural network. അപ്പൊ അത് 1960s ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് എ സിംഗിൾ ലെയർ മോഡൽ. അതെന്താ ലെയർ എന്നുള്ള കൺസെപ്റ്റ് എനിക്ക് പറയാം. ദെൻ മൾട്ടി ലെയർ മോഡൽസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ലേണിംഗ് പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് മെനി ആപ്ലിക്കേഷൻസ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഈ 1960s ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം വരുന്നത്? നമ്മുടെ റീസെന്റ് 2010 ഇത് കൂടുതലും പോപ്പുലർ ആയി തുടങ്ങി. എന്തുകൊണ്ടായിരിക്കാം ആ ഒരു ഡിഫറൻസ് ആണ് വന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാമോ? എന്തായിരിക്കും കാര്യം? അതിനുള്ള കാര്യം ഈ 1960s ഈ അൽഗോരിതംസ് ഒക്കെ ഉണ്ടായതെങ്കിലും വി ഡോണ്ട് ഹാവ് ദ കമ്പ്യൂട്ടേഷണൽ പവർ. നമുക്ക് ആ കമ്പ്യൂട്ടേഷണൽ പവർ, ഹാർഡ്വെയർ പവർ അവിടെ നമുക്ക് ഉണ്ടായിരുന്നില്ല. ടു പെർഫോം എ സിംഗിൾ പെർസെപ്ട്രോൺ കാൽക്കുലേഷൻ, ഒരു ചെറിയൊരു പെർസെപ്ട്രോൺ ഉണ്ടാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് വലിയൊരു ഹാർഡ്വെയർ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് അന്ന് 1960s മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ ആസ് ഇൻ 2010, 2011, 2012 ഒക്കെ ആയപ്പോൾ നമ്മുടെ ഹാർഡ്വെയർ ടെക്നോളജീസ് വളരെയധികം ബൂം ചെയ്തു. ഒരുപാട് കേപ്പബിൾ ആയിട്ടുള്ള മെഷീൻസ് വരാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന അൽഗോരിതംസും അതിനകത്ത് എളുപ്പത്തിൽ റൺ ചെയ്യാനൊക്കെ പറ്റി വന്നപ്പോഴാണ് ഇതിന് ഇത്രയും ഒരു ഹൈപ്പ് കിട്ടാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, സോ സിംപ്ലി ഒരു പെർസെപ്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. എ പെർസെപ്ട്രോൺ ഈസ് ആക്ച്വലി എ ജനറൽ മോഡൽ. ഓക്കെ, ഒരു ജനറൽ മോഡലാണ്. ആ ജനറൽ മോഡലിൽ ഈ പറയുന്ന ഓരോന്നും ഇത് ഇൻപുട്ടുകളാണ്. x1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, x2 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, അതുപോലെ xn എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്. ഓക്കെ, അപ്പോ ഈ ഇൻപുട്ടുകളെ ഒരു വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് W1, W2, W3 എക്സെട്ര അപ് ടു WN എന്ന് പറയുന്ന വെയിറ്റുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു സമേഷൻ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, then it will give an output y. ഇതാണ് ഒരു പെർസെപ്ട്രോന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പൊ ശരിക്കും ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെയാ വരിക, w1x1 പ്ലസ് w2x2 പ്ലസ് എക്സെട്ര അപ് ടു wn(xn) ഈക്വൽ ടു y എന്നല്ലേ. ഓക്കെ, അപ്പോ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ wi(xi) എന്ന് എഴുതിക്കൂടെ? സിഗ്മ wi(xi) എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമുക്ക് y നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ കിട്ടുന്ന വാല്യൂ നമ്മളുടെ പെർസെപ്ട്രോൺസ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലാസിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിപ്പോ ഒരു ചെറിയ ബൈനറി ക്ലാസിഫിക്കേഷന്റെ കാര്യം പറയാം. അതായത് ഈ പറയുന്ന x1 x2 എക്സെട്ര അപ് ടു ഒക്കെ ഒരു വാല്യൂ ആണെങ്കിൽ, ഒരു സെറ്റ് ഓഫ് വാല്യൂ ആണെങ്കിൽ, ഓക്കെ, ഈ പറയുന്ന x1 x2 എക്സെട്ര അപ് ടു xn എന്ന വാല്യൂസ്, ഒരു സെറ്റ് ഓഫ് വാല്യൂസ് അത് പോസിറ്റീവ് ക്ലാസ് വെച്ചിട്ടിലേക്കും അടുത്തൊരു സെറ്റ് ഓഫ് വാല്യൂസ് ഒരു നെഗറ്റീവ് ക്ലാസ്സിലേക്കും ആയിരിക്കും പോവാം. അപ്പൊ പോസിറ്റീവ് ക്ലാസ്സിനെ നമ്മൾ 1 എന്നും നെഗറ്റീവ് ക്ലാസ്സിനെ നമ്മൾ എന്തെന്നും പറയും, 0 എന്നും പറയും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ, സിഗ്മ wi(xi) അല്ലേ. അവിടുന്ന് നമ്മൾ എന്ത് പറയും, ഈ കിട്ടുന്ന സിഗ്മ wi(xi) എന്ന് പറയുന്നത് ഒരു ത്രഷോൾഡ് വാല്യൂ തീറ്റയേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഈ കിട്ടുന്ന y എന്തായിരിക്കും, 1 ആയിരിക്കും. ത്രഷോൾഡ് വാല്യൂ ആ ത്രഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് നമ്മൾ പറയാം. ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ഇനി കോൺസ്റ്റന്റ് വാല്യൂ, ആ കോൺസ്റ്റന്റ് വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ഇത് ഔട്ട്പുട്ട് 1 ആണ്. അതിനേക്കാൾ ചെറുതാണെങ്കിൽ അതെന്താണ്, ഔട്ട്പുട്ട് 0 ആണെന്ന് പറയാം. അപ്പൊ ഇത് ഈ ഇക്വേഷനെ നമ്മളൊന്ന് നോർമലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പത്തിൽ പറയാനായിട്ട് എന്താ പറയാ, ഈ തീറ്റനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിഗ്മ wi(xi) മൈനസ് തീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ y 1 ഉം, സിഗ്മ wi(xi) മൈനസ് തീറ്റ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്നും പറയാം, 0 എന്ന് പറയാം. അപ്പൊ നമുക്ക് രണ്ട് ഇൻപുട്ടേ ഉള്ളെങ്കിൽ എങ്ങനെ ഇരിക്കും ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. w1x1 w1x1 പ്ലസ് w2x2 മൈനസ് തീറ്റ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസും ലെസ് ദാൻ 0 ആവുന്ന കേസും. ഇത് എന്തുമായിട്ട് സിമിലർ ആണോ? നമ്മുടെ സ്ലോപ്പ് ലൈൻ, അതായത് ഈ ആക്സിസ് x1 ഉം ഈ ആക്സിസ് x2 ആണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ലൈനെ ആയിരിക്കും w1x1 പ്ലസ് w2x2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് അല്ലെ. അത് ഈക്വൽ ടു 0 ആയിരിക്കും ഈ ലൈനിലല്ല. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം, ലൈനിന്റെ അതായത് നമ്മൾ ആ പറയുന്ന പോയിന്റുകളെല്ലാം ഇവിടെ വരുന്ന പോയിന്റുകളായിരിക്കും അല്ലെ. ഓക്കെ, ഇനി ലെസ് ദാൻ 0 ആകുന്ന പോയിന്റുകളോ അതെല്ലാം എവിടെയായിരിക്കും, ഇവിടെ വരുന്ന പോയിന്റുകളായിരിക്കത്തില്ലേ. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, നമുക്ക് ഈ പോയിന്റുകളും നമുക്ക് തന്നിട്ട് യൂസിങ് പെർസെപ്ട്രോൺ വി ഹാവ് ടു ഫൈൻഡ് ദിസ് ലൈൻ. മനസ്സിലായി, ഈ ലൈന് ഇവരെ തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു ലൈൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. കിട്ടിയോ? ഓക്കെ, ഇനി ഇതിന്റെ കേസിൽ ഇപ്പൊ 2 ഇൻപുട്ടിന്റെ കേസിൽ ഓക്കെ ഇങ്ങനെയാണ്. അപ്പൊ 3 ഇൻപുട്ടിന്റെ കേസ് ആകുമ്പോൾ എങ്ങനെ വരും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻ ദ കേസ് ഓഫ് 3 ഇൻപുട്സ് വാട്ട് വിൽ ഹാപ്പൻ, w1x1 plus w2x2 w2x2 plus w3x2. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ വാല്യൂസിനെയൊക്കെ നമുക്ക് 3 ഡയമെൻഷൻ ലൈനിലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, 3 ഡയമെൻഷൻ സ്പേസിലല്ലേ പ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ വരുന്നത്, w1x1 പ്ലസ് w2x2 പ്ലസ് w3x3 മൈനസ് തീറ്റ ഈക്വൽ ടു 0 അല്ലേ. ഓക്കെ, അത് ശരിക്കും എന്തുവാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ax പ്ലസ്
dy plus cz minus d equal to 0. ഇതെന്തുവാ? ശരിക്കും നമ്മളൊരു പ്ലെയിനിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒരു പ്ലെയിനിനെ റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് ആ പ്ലെയിനിന്റെ ഒരു പ്ലെയിനാണ്, ആ പ്ലെയിനിന്റെ മുകളിൽ വരുന്ന കുറെ പോയിന്റുകളും ആ പ്ലെയിനിന്റെ വരുന്ന പോയിന്റുകളും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എ പെർസെപ്ട്രോൺ വിൽ വർക്ക് ഫോർ ഡേറ്റ വിച്ച് ഈസ് ലീനിയർലി സെപ്പറബിൾ. മനസ്സിലായോ? ഒരു 2D സ്പേസിന്റെ കേസിൽ ഒരു ലൈൻ വെച്ചിട്ടോ, ഒരു 3D സ്പേസിന്റെ കേസിൽ ഒരു സ്പേസ് വെച്ചിട്ടോ, ഇനി ഒരു n ഡയമെൻഷണൽ സ്പേസിൽ ഒരു ഹൈപ്പർ പ്ലെയിൻ വെച്ചിട്ടോ എന്ത് ചെയ്യാൻ പറ്റണം? ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസസിൽ നമുക്ക് എന്ത് വർക്ക് ചെയ്യും? പെർസെപ്ട്രോൺ വർക്ക് ചെയ്യും. സോ അവർ ചലഞ്ച് ഈസ് ടു ഫൈൻഡ് എ plane or a line which linearly separates two group of data. മനസ്സിലായോ? അതാണ് നമ്മൾ ബേസിക്കലി എന്തിന് പറയുന്നത്, ഒരു ബൈനറി ക്ലാസിഫിക്കേഷന്റെ കേസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈ ഒരു മോഡൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതാണ്. ഓക്കെ, x1 w1 x1 ആണ് കേട്ടോ. x1 w0. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ തീറ്റ എന്ന് തന്നെ കൺസിഡർ ചെയ്തു. ഇതിനെ തീറ്റ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അല്ലേ, w1 x1 പ്ലസ് w2 x2 പ്ലസ് w3 x3 പ്ലസ് w4 x4 പ്ലസ് എന്താ വരിക? തീറ്റ. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ, അവിടെ നിന്ന് കിട്ടുന്ന ഒരു വാല്യൂ, ഈ ഒരു ഫംഗ്ഷൻ ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഈ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആക്ടിവേഷൻ ഫംഗ്ഷനിൽ കൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y0 ആണെന്നോ 1 ആണെന്നോ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ് ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു പെർസെപ്ട്രോൺ മോഡൽ. എന്തൊക്കെ ഉണ്ടാവും? ഒരു സെറ്റ് ഓഫ് ഇൻപുട്സ് ഉണ്ടാവും, ഒരു വാല്യൂസ് ഉണ്ടാവും, ഒരു പെർസെപ്ട്രോൺ ഉണ്ടാവും which will do a summation operation, and there will be an activation function. Clear അല്ലേ? അതെ. ഫൈൻ. ഇപ്പൊ നമ്മള് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? നമുക്കൊരു സെറ്റ് ഓഫ് ഇൻപുട്സ് തരും അല്ലെ, ഒരു പോസിറ്റീവ് ക്ലാസ് ഇൻപുട്സും സെറ്റ് ഓഫ് ഇൻപുട്സ് തരും, വേറൊരു സെറ്റ് ഓഫ് ഇൻപുട്സ് വേറെ ഉണ്ടാവും. ഓക്കെ, സോ വി ഹാവ്, അപ്പൊ ഇതാണ് നമ്മളുടെ ഇൻപുട്ട്, ഈ ഇത്രയും ഡേറ്റ. വി ഹാവ് ടു ഫൈൻഡ് എ ലൈൻ വിച്ച് സെപ്പറേറ്റ്സ് ദീസ് ടു ഡേറ്റ. അങ്ങനെ ആ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അപ്പൊ നമ്മൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ w1 x1 w2 x2 പ്ലസ് മൈനസ് തീറ്റ ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ തീറ്റ അങ്ങ് ഫിക്സ് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ എടുക്കും. എന്നിട്ട് ഈ x1ഉം x2ഉം ആണ് ഈ പോയിന്റുകളെല്ലാം. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ആരെ കണ്ടുപിടിക്കാൻ നോക്കും? ഈ w1നെയും w2നെയും കണ്ടുപിടിക്കാനാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നോക്കുന്നത്. അപ്പൊ ഈ അൽഗോരിതം നോക്കി, ഈ അൽഗോരിതത്തിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ടുള്ളത് ലേബൽ 1 ആയിട്ടുള്ള ഇൻപുട്സും ലേബൽ 0 ആയിട്ടുള്ള ഇൻപുട്സും, ലേബൽ 0 ആയിട്ടുള്ള ഇൻപുട്സ്, ലേബൽ 1 ആയിട്ടുള്ള ഇൻപുട്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് ഓരോ പോയിന്റ്, ആദ്യം നമ്മൾ ഈ w എന്ന് പറയുന്ന വെക്ടർ, അതിനകത്ത് എന്താ ഉള്ളത്? ഇപ്പൊ ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ w1 w2, അതും ഈ തീറ്റയും എന്താക്കി എടുക്കും? ഒരു റാൻഡം വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്യും. w1 w2ഉം ഈ തീറ്റയും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ഇതെല്ലാം പോസിറ്റീവ് ക്ലാസ് ഇൻപുട്സും ഇത് നെഗറ്റീവ് ക്ലാസ് ഇൻപുട്സ് ആണെന്ന് വിചാരിച്ചു. ഒരു പോസിറ്റീവ് ക്ലാസ് ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏതാ? w ഇൻറ്റു എക്സിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് w1 x1 പ്ലസ് w2 x2 മൈനസ് തീറ്റയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ പോസിറ്റീവ് ക്ലാസ് ഇൻപുട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെയ്ത അസംഷൻ തെറ്റല്ലേ?
നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? ഈ W1 W2ന്റെ കൂട്ടത്തില് നമ്മൾ എന്ത് ആഡ് ചെയ്യും? X1 X2 കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് പുതിയ W1 W2 കിട്ടും. അല്ല, ഇനി നെഗറ്റീവ് ക്ലാസ് ഒരു ഇൻപുട്ട് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. അവിടെ പ്ലസ് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യുക? നമ്മള് മൈനസ് ചെയ്യും. ക്ലിയർ ആയോ? ഇത് ഇങ്ങനെ ചെയ്ത് അൾട്ടിമേറ്റ്ലി നമുക്കൊരു W1 W2 കിട്ടും. എങ്ങനെ? എല്ലാ പോസിറ്റീവ് ക്ലാസ് കൊടുത്താലും നമുക്കൊരു പോസിറ്റീവ് വാല്യൂ, എല്ലാ നെഗറ്റീവ് ക്ലാസ് കൊടുത്താലും ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടുന്ന രീതിയിലേക്ക് നമുക്കൊരു ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. ശരിയാ? അപ്പൊ അങ്ങനെ എങ്ങനെ എപ്പോഴാ അത് ലീനിയർലി സെപ്പറബിൾ ആകുന്ന ഒരു പ്രോബ്ലത്തിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഈ ഒരു പറഞ്ഞ കാര്യം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മൾ ഈ ആൻഡ് ഗേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ പറയുന്ന പെർസെപ്ട്രോൺ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാ. അതായത് ഒരു പെർസെപ്ട്രോൺ അൽഗോരിതത്തിൽ ഇൻപുട്ട് ആയിട്ട് ഈ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ് തരുന്ന പോലത്തെ ഒരു ഔട്ട്പുട്ട് ആ അൽഗോരിതം തരും. ഓക്കെ, അപ്പൊ ആൻഡ് ഗേറ്റിന്റെ കേസിൽ എത്ര ഇൻപുട്ട് ഉണ്ട്? X1 X2. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് W1 X1 plus W2 X2 മൈനസ് തീറ്റ അല്ലേ വേണ്ടേ? ആദ്യം ഞാൻ W1 ഉം W2 ഉം തീറ്റയും റാൻഡം ആയിട്ട് ചൂസ് ചെയ്തു. 1 1 0.2.5. അപ്പൊ അത് വെച്ചിട്ടൊരു ലൈൻ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? W1 പ്ലസ് X1 പ്ലസ് X2 മൈനസ് 2.5 ഈക്വൽ ടു 0 അല്ലേ? അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഇങ്ങനെ ഈ ലൈനായിട്ടാ വരിക. അപ്പൊ ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ്സ് ഇൻപുട്ട്. ഇത് ഏത് പോയിന്റാ? 0 0. ഇത് ഏത് പോയിന്റാ? 1 0. ഇത് 0 1. ഇത് വന്നിട്ട് 1 1. ആൻഡ് ഗേറ്റിന്റെ കേസിൽ 1 1 മാത്രമേ നമുക്ക് ആ 1 ഔട്ട്പുട്ട് തരുള്ളൂ. ബാക്കിയുള്ള എന്താ തരിക? 0 ഔട്ട്പുട്ട് തരിക അല്ലെ? അതുകൊണ്ടാണ് ഇത് മാത്രം വയലറ്റും ഇതെല്ലാം ബ്ലൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ആവശ്യം എന്തായിരുന്നു? കറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു ലൈൻ ആയിരുന്നു വേണ്ടത്. ഈ പറയുന്ന ബ്ലൂവിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യണം, വയലറ്റിനെ വേറെ സെപ്പറേറ്റ് ചെയ്യണം. പക്ഷെ നമുക്കിപ്പോ ഇനിഷ്യലി നമ്മൾ റാൻഡം ആയിട്ട് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിന് പറ്റാത്ത ഒരു ലൈനാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പെർസെപ്ട്രോൺ അൽഗോരിതം വെച്ചിട്ട് ഇപ്പൊ W1 W2 1 ആണ്. ഓക്കെ, ഇൻപുട്ട് ആയിട്ട് 0 1 എടുക്കുന്നത് പോസിറ്റീവ് ക്ലാസ് ആണോ നെഗറ്റീവ് ക്ലാസ് ആണോ? അപ്പൊ നെഗറ്റീവ് ക്ലാസ്. 0 കിട്ടുന്ന ക്ലാസ് അല്ലേ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. 1 into 1 plus 1 into 1 minus 2.5 equal to എത്ര വരും? മൈനസ് 1.5. അപ്പൊ ഒരു നെഗറ്റീവ് ക്ലാസ് ഇൻപുട്ട് ആയിട്ട് കിട്ടിയത് നെഗറ്റീവ് തന്നെയല്ലേ? നെഗറ്റീവ് തന്നെ കിട്ടി. അപ്പൊ ഓക്കെ, ഇനി 1 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1 into 1 plus 1 into 1 minus 2.5 എത്ര കിട്ടി? മൈനസ് 0.5 അല്ലേ? എടുത്തത് ഒരു പോസിറ്റീവ് ക്ലാസ് ഇൻപുട്ട് ആണ്, കിട്ടിയത് നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇത് തെറ്റിപ്പോയി. നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും? ഇപ്പോഴത്തെ W1 W ന്റെ കൂട്ടത്തിൽ ഈ വന്ന വെയിറ്റുകൾ ആഡ് ചെയ്യണം. അപ്പൊ 1 plus 1 2 1 plus 1 2. അപ്പൊ പുതിയ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? 2x2 plus 2x1 plus 2x2 minus 2.5 equal to 0 ആയില്ലേ? ഇനി 0 0 എടുക്കുന്നു. അപ്പൊ എന്താ പറയാ? നെഗറ്റീവ് ക്ലാസ് ആണ്. കിട്ടിയതോ മൈനസ് 2.5. അത് നെഗറ്റീവ്, കുഴപ്പമില്ല അല്ലെ? ഇനി അടുത്ത് വീണ്ടും ഒരു ഏതെടുക്കുന്നു? 1 0 എടുക്കുന്നു. അത് നെഗറ്റീവ് ആണ്. കിട്ടുന്ന എന്താ പറയാ? 2 into 1 plus 2 into 0 minus 2.5. അപ്പൊ എന്ത് വരും? അവിടുത്തെ എന്ത് തന്നെ വരുന്നത്? നമുക്ക് നെഗറ്റീവ് എടുത്ത് നെഗറ്റീവ് തന്നെ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ എല്ലാ ഇൻപുട്ട് ഇൻസ്റ്റൻസും കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഫൈനലി നമുക്ക് കിട്ടിയ വെയിറ്റ് എന്താ? നെഗറ്റീവ് 2 2. അപ്പൊ ഇക്വേഷൻ എന്താ? 2x1 plus 2x2 minus 2.5 equal to 0 അല്ലേ? ആ ലൈനിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് നോക്കി കേട്ടാ. ആ പോസിറ്റീവ് ക്ലാസ്സുകളെയും നെഗറ്റീവ് ക്ലാസ്സുകളെയും രണ്ടാക്കി മാറ്റിയില്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് പെർസെപ്ട്രോൺ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ഫിക്സ് ചെയ്തു? 2x1 plus 2x2 minus 2.5 ആണ് നമ്മുടെ പെർസെപ്ട്രോൺ
കിട്ടുന്ന റിസൾട്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇൻപുട്ടുകളിൽ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 0 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന -2.5, 0 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -0.5, ഇത് -0.5, ഇത് 1.5 അല്ലേ? പക്ഷെ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് എന്താ ശരിക്കും? 0 0 0 1 1 എന്നല്ലേ? അപ്പൊ ഈ കിട്ടിയ ഇക്വേഷന്റെ വാല്യൂ അതാണ് y. ആ വൈയെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഫംഗ്ഷനിൽ കൂടെ കടത്തിവിടും. ആ ഫംഗ്ഷൻ ഇതാണ്, നോക്കിയേ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അവിടെ എന്താ ചെയ്യുന്നത്? ഇത് 0 ആണ്. 0യേക്കാൾ ചെറിയ വാല്യൂ എല്ലാം 0യിലേക്കും 0യേക്കാൾ വലിയ വാല്യൂ എല്ലാം 1ലേക്കും മാപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോ ഈ -2.5 എവിടെ വരും? -0.5 എവിടെ വരും? -0.5 1.5 കിട്ടിയോ? അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ അൽഗോരിതം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സമേഷൻ ഓപ്പറേഷൻ, ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ x1, ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ x2, പിന്നൊരു ബയാസ്. വെയിറ്റ് എന്തൊക്കെ കിട്ടി നമുക്ക്? 2 and -2.5. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് വരുന്നു? ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൂടെ കൊടുക്കുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടും? We will get output either 0 or 1. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിമ്പിൾ പെർസെപ്ട്രോൺ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഈ കേസിൽ ആൻഡ് കേസിൽ നമുക്ക് പെർസെപ്ട്രോൺ വർക്ക് ചെയ്യോ ഇല്ലയോ? വർക്ക് ചെയ്യും. കാര്യം അത് ലീനിയർലി സെപ്പറബിൾ ആണ് അല്ലെ? ഓർ ഗേറ്റിന്റെ കേസിലോ വർക്ക് ചെയ്യും. എക്സോറിന്റെ കേസിലോ ഇപ്പം പറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യത്തില്ല. കാര്യം നമുക്ക് ലീനിയർലി സെപ്പറബിൾ ആയിട്ടുള്ള ലൈൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അവിടെയാണ് നമുക്ക് പെർസെപ്ട്രോണിന്റെ അടുത്ത ടൈപ്പുകളിലേക്ക് വരുന്നത്, മൾട്ടി ലെയർ പെർസെപ്ട്രോൺസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഒന്നിൽ കൂടുതൽ പെർസെപ്ട്രോണുകളെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകും. നേരത്തെ നമ്മൾ പറഞ്ഞൊരു ന്യൂറോൺ മാത്രമായിരുന്നു. ആ ഒരു കളക്ഷൻ ഓഫ് ന്യൂറോൺസിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് മൾട്ടിപ്പിൾ പെർസെപ്ട്രോൺസിനെ കമ്പൈൻ ചെയ്ത് നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ എന്ത് പറയും? മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതില് ഈ ആദ്യം കാണുന്ന ഈ ലെയർ കണ്ടോ, ഇൻപുട്ടുകൾ, ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ലെയർ എന്ന് പറയാ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഔട്ട്പുട്ട് ലെയർ എന്ന് പറയാ. ഈ ഇത്രയും ഇതിനെ നമ്മൾ എന്ത് പറയും? ഹിഡൻ ലെയേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ 3 ലെയർ ആർക്കിടെക്ചർ ആണ് പറയാ. എന്താ? ഇൻപുട്ട്, ഹിഡൻ ലെയർ ആൻഡ് ഔട്ട്പുട്ട് ലെയർ. ഓക്കെ, അപ്പോ എങ്ങനെ നമുക്ക് ഈ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഒന്ന് നോക്കിയേ, ഈ ഇൻപുട്ടിന് നമുക്ക് 0 0 0 1 1 0 1 1. ആ കേസില് നമ്മള് ഇതിനെ മാത്രമാണ് നെഗറ്റീവ് ക്ലാസ്സിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പെർസെപ്ട്രോൺ കണ്ടുപിടിക്കാമല്ലോ. ആ പെർസെപ്ട്രോണിനാണ് ഇത് O1. ക്ലിയർ അല്ലേ? ഇതിനെ മാത്രം ഒരു നെഗറ്റീവ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് വീണ്ടും നമുക്കൊരു പെർസെപ്ട്രോൺ കണ്ടുപിടിക്കാമല്ലോ. അതാണ് ഇത് O2. ഓക്കെ, അപ്പൊ ഈ O1ലേക്കുള്ള ഇൻപുട്സും XY ആയിരുന്നു, O2ലേക്കുള്ള ഇൻപുട്സും XY ആയിരുന്നു. അപ്പൊ ഇതിനൊന്ന് കമ്പൈൻ ചെയ്യുന്ന സിറ്റുവേഷൻ നോക്കിയേ, ഈ എക്സും വൈയും അത് O1ലേക്ക് കൊടുക്കുന്നു, O2ലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇതാ ബയാസുകളാ. എന്നിട്ട് ഇതിന്ന് വരുന്ന ഔട്ട്പുട്ടുകൾക്കനുസരിച്ച് O1നും O2നും വരുന്ന ഔട്ട്പുട്ടുകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നോക്കിയേ, ഈ 2 പോയിന്റുകളുടെ പ്രത്യേകത നോക്കിയേ. O1ഉം ഇത് രണ്ടിനും 1 ആണ് തരുന്നത്, O2 ഇത് രണ്ടിനും 1 അല്ലേ തരുന്നത്. മറ്റേ കേസിലോ 0 0ക്ക് 1ഉം 1 1ന് 0. ഇവിടെ നേരെ തിരിച്ചു അല്ലെ? ആ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അതായത് ഇവിടെ ശരിക്കും 0 0ക്ക് 1, ഇതിന് 1 ആണ്. ഈ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് വി വിൽ ഗെറ്റ് അനദർ പെർസെപ്ട്രോൺ Z. അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും?
ഈ രണ്ട് പാർട്ടുകളെ ഐസൊലേറ്റ് ചെയ്യാനും ഇത് രണ്ടിനെ സെപ്പറേറ്റ് ഐസൊലേറ്റ് ചെയ്യാനുമായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ ഉപയോഗിച്ച് ലീനിയർലി സെപ്പറബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ, 3 ലെയർ ആർക്കിടെക്ചർ എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയേഴ്സ്, ഔട്ട്പുട്ട് ലെയേഴ്സ് വരും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കണ്ടോ, നമ്പർ ഓഫ് ലെയേഴ്സ് കൂടുന്നോറും എന്താണ് വ്യത്യാസം വരുന്നത്? എന്താണെന്ന് എന്താ മനസ്സിലാവുന്നത്? നമ്പർ ഓഫ് ലെയേഴ്സ് കൂടുന്നോറും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ബൗണ്ടറീസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇതിനകത്ത് നമ്മൾ പെർസെപ്ട്രോൺ അൽഗോരിതം പോലെ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ വരുമ്പോൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതമാണ് ചെയ്യുന്നത്. അതിന് 2 ഫേസസ് ഉണ്ട്, ഒരു ഫോർവേഡ് ഫേസും ഒരു ബാക്ക്വേർഡ് ഫേസും ഉണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും? വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പോയി കിട്ടുന്ന ആൻസർ ആക്ച്വൽ ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എറർ ഉണ്ടാവുമല്ലോ. ആ എറർ മനസ്സിലാക്കിയതിനു ശേഷം ഇവർ എന്ത് ചെയ്യുന്ന ആ എററിനെ ബാക്കിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ കണ്ട ഇവിടെ വന്നിട്ട് കമ്പയർ ചെയ്ത് എറർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ ഡെൽറ്റ പല സ്ഥലങ്ങളിലായിട്ട് കൊടുക്കുമല്ലേ. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വെയിറ്റുകൾ അപ്ഡേറ്റ് ആവും. അപ്പൊ ഫോർവേഡ് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻപുട്ട് എടുത്ത് ഒരു ഔട്ട്പുട്ട് കണ്ടുപിടിക്കും. ബാക്ക്വേർഡ് ഫേസിൽ ആ ഔട്ട്പുട്ടും ഒറിജിനൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസിനെ എന്താക്കി മാറ്റും? എററുകളാക്കി കണ്ടുപിടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെയിറ്റുകൾ അപ്ഡേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അങ്ങനെ ചെയ്ത് അൾട്ടിമേറ്റ്ലി ഇത് എന്ത് സംഭവിക്കും? വെയിറ്റുകൾ അപ്ഡേറ്റഡ് ആവും. ഓക്കെ, പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ആവും. ഓക്കെ, സോ പിന്നെ നമുക്ക് ആക്ടിവേഷൻ ഫങ്ഷൻസ്, നേരത്തെ നമ്മൾ എന്താ പറയുക യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പറഞ്ഞ പോലെ ഇവിടെ വേറെയും ഫങ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സിഗ്മോയിഡ് ഫംഗ്ഷൻ, ടാനറ്റ് ഫംഗ്ഷൻ, റീലൂ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ഫർദർ ക്ലാസ്സുകളിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഓരോന്നും എന്തിനാണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ കുറച്ച് റെഗുലറൈസേഷൻ എന്ന് പറയുന്ന പരിപാടികളുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കിന് ചില സമയത്ത് എന്താ ഓവർ ഫിറ്റിംഗ് എന്നൊക്കെ പറയുന്ന കേസുകൾ വരും. ഓക്കെ, ആ ഓവർ ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ബാക്കി ഒരു ഫ്യൂച്ചർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പർലി വർക്ക് ചെയ്യണമെന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ഓവർ ഫിറ്റിംഗ്. അപ്പൊ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് റെഗുലറൈസേഷൻ. ആ റെഗുലറൈസേഷൻ ചെയ്യുന്ന 3 പ്രോസസ്സുകൾ സാധാരണ ഉള്ള: ഡ്രോപ്പ് ഔട്ട്, വെയിറ്റ് ഡീകേ, ഏർലി സ്റ്റോപ്പിംഗ്. ഡ്രോപ്പ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നോഡുകളെയൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും. ഓക്കെ, കുറെ നോഡുകളെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും. ഇതൊന്നും നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ കൺസിഡർ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു. വെയിറ്റ് ഡീകേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രെയിനിങ്ങിന്റെ ടൈമിന് വെയിറ്റിനെ കുറച്ച് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ചിലത് ഇൻസിഗ്നിഫിക്കന്റ് ആയിപ്പോകും. ഏർലി സ്റ്റോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 ഐറ്ററേഷനിലാണ് നമ്മൾ ട്രെയിനിങ് തീർക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമ്മൾ 10 ആകുന്നതിന് മുമ്പേ, അതായത് ഒരു 5 4 ഒക്കെ ആകുമ്പോൾ തന്നെ ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് പ്രോപ്പർലി ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏർലി സ്റ്റോപ്പ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൂടുതലും ന്യൂറൽ നെറ്റ്വർക്സിന്റെ ഇംപ്ലിമെന്റേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഓവർവ്യൂ മതി. ദെൻ എന്താണ് ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. വലിയ കാര്യമില്ല എന്നല്ല, വലിയ കാര്യമാണ്. പക്ഷെ കൺസെപ്ച്വലി ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. നമുക്ക് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ഇൻപുട്ട് ലെയർ, ഒരു ഔട്ട്പുട്ട് ലെയർ, കുറച്ച് ഹിഡൻ ലെയേഴ്സ്. ഈ നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ് കൂടുന്തോറും എന്താ പറഞ്ഞത്, നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നല്ലേ പറഞ്ഞേ. അപ്പൊ അതുപോലെ ഡീപ് ന്യൂറൽ നെറ്റ്വർക്സിന്റെ കേസ് എടുത്താൽ ഒരു 3 ഹിഡൻ ലെയർ, ഇത് റിട്ടേൺ റൂൾ ഒന്നും അല്ല, പക്ഷെ എക്സ്പെരിമെന്റിൽ എല്ലാവരും കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഒരു 3 ലെയറിൽ കൂടുതൽ ഹിഡൻ ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ എന്ത് പറയാം, ഒരു ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ,
അത് വെച്ച് ചെയ്യുന്ന മെഷീൻ ലേണിംഗ് പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, ഒരു ഡീപ്പ് ലേണിംഗ് പ്രോസസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം ഡീപ്പ് ലേണിംഗിന്റെ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു.